അയാൾ വന്നതേ പിള്ളേരെ കൊണ്ടുപോകാനോ അവിടെ പഠിപ്പിക്കാനോ ഡോക്ടറെ കാണിക്കാനോ ആണെങ്കിൽ ചേച്ചി എന്തിനാ അവിടെ തടസ്സം പറയുന്നത്? എന്തായാലും ഇത്രയൊക്കെ ആയി. ചേച്ചി ഒന്ന് താഴ്ന്നോടുത്തല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവും. എന്നുവെച്ചാ നീ എന്താ പറയുന്നേ? അങ്ങോട്ട് ചെന്ന് കാലിൽ വീഴുക, അതോടെ തീരും പ്രശ്നങ്ങള്. എന്താ പറഞ്ഞേ? ഞാൻ കാലിൽ വീഴാനോ? അപ്പോ എന്നെ കുറിച്ച് നീയും വിചാരിച്ചിരിക്കുന്ന അങ്ങനെ തന്നെ അല്ലേ ഞാൻ ഒരു തെറ്റുകാരിയാണെന്ന്? ആണോടി? ആണോ ആനി? ആണെങ്കിൽ തന്നെ ഇനി അങ്ങനെയാണെന്ന് കരുതി അങ്ങ് ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് ഏറ്റു പറഞ്ഞ എന്താ കുഴപ്പം? എല്ലാ കണക്കും പറഞ്ഞങ്ങ് തിരിച്ചു കൊടുക്കുന്നതിനാളും നല്ലതേ കാല് പിടിക്കുന്നത് തന്നെയാ. മോളെ മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്കാനേ. അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടതേ സ്വന്തം ഭർത്താവല്ലേ, ഞാനാണോ? ആണോ? എന്റെ ചേച്ചി ഒതുങ്ങുകയാണെങ്കിൽ അങ്ങ് ഒതുങ്ങി ജീവിക്കുന്നതാ നല്ലത്. കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും. അയക്ക് ചേച്ചി വേണ്ടെങ്കിലേ ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞങ്ങ് എഴുതി കൊടുക്ക്. പിള്ളേർക്ക് അച്ഛന്റെ കൂടെ നിൽക്കുന്നതാ സന്തോഷമെങ്കിലേ ചേച്ചി എന്തിനാ തടസ്സം നിൽക്കുന്നത്? നഷ്ടപരിഹാരം എന്തായാലും കോടതി തരുമല്ലോ. അതിനല്ലേ ചേച്ചി മിടുക്കം വക്കീലിനെ വെച്ചത്. ആനി ആനി നീ ഒരു അമ്മയില്ലടി. നീ നിന്റെ കൊച്ചിനെ ആർക്കെല്ലാം വിട്ടുകൊടുക്കോ? പറ, വിട്ടുകൊടുക്കോ നീ? എടി ഞാനൊരു പെട്ടതള്ളയാ, നീ അതൊന്ന് മനസ്സിലാക്ക്. അവരെ പെട്ടത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ അവരെ വളർത്തും. അവരെന്റെ കൂടെ നിൽക്കോടി. എന്റെ കൊച്ചുങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിലെങ്കിലും ഞാൻ തെറ്റുകാരില്ലെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. അത് ഏതറ്റം വരെ പോവും. ഞാൻ പോവും. പിന്നെ ചെന്നൊടുത്താ മതി, പെങ്ങ എടുത്തേരും. കണ്ണീരാ കരയാ? അവള് വല്ല തേറിയും പറഞ്ഞ? ഇങ്ങനെ സങ്കടപ്പെടാൻ അവൾ എന്താ പറഞ്ഞേ? എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വേണം, ഇപ്പൊ കൊണ്ടുപോകണം. ഏയ്, ഇപ്പൊ കൊണ്ടുപോവാനാ? അതെങ്ങനെയാ? ഒന്നാമത് ആ ചെറുക്കന്റെ കാല് വയ്യ. വെറുതെ ആലോചിക്കാണ്ടൊന്നും പറയല്ല. എന്താ ആലോചിച്ചിട്ട് എന്നെ പറയുന്നേ? എന്റെ കുഞ്ഞുങ്ങളെ അവള് നശിപ്പിക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മ ഇങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് അവരറിയാൻ പാടില്ല. എങ്ങനെയാ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്ക? സാറേ, അവർക്ക് കുറച്ചുകൂടെ തിരിച്ചറിവാകട്ടെ, അപ്പം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ. ഇപ്പൊ തന്തയും തള്ളയും വഴക്കിട്ട് പിരിഞ്ഞു വന്ന് നിക്കണെന്ന് അവർക്ക് മനസ്സിലായിക്കോളും. അങ്ങനല്ല, അവരുടെ അച്ഛൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കും അവള്. എന്റെ മക്കൾ എന്നെ ശത്രുവായിട്ട് കാണില്ലേ? അവരങ്ങനെ വളരാൻ ഞാൻ സമ്മതിക്കില്ല. ബേബി, നമുക്കൊരു ആംബുലൻസ് വിളിച്ച് അവരെ കൊണ്ടുപോകാം. വിളിക്ക് ബേബി. ഏയ്, എന്തൊരു വിവരക്കേടാ എന്താ സാറ് നിങ്ങൾ ഈ പറയണേ? അവള് വെറുതിരിക്കോ? നമ്മള് നിർബന്ധിച്ച് ബഹളുണ്ടാക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാ കുഞ്ഞുങ്ങളും ബഹളുണ്ടാക്കും, അവള് അവിടെ കിടന്ന് ബഹളുണ്ടാക്കും. അങ്ങനെ വന്നാലേ അത് തന്റെ ഡൈവോഴ്സ് കേസിനെ ബാധിക്കില്ലേ? അതുകൊണ്ട് ആ വിവേകം ഒന്ന് കാണിക്കണ്ടാട്ടാ. ആനന്ദ, നമ്മളിപ്പോ വന്നത് എന്തിനാ? 1-2 ദിവസം ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് അച്ഛനോടൊരു മാനസിക അടുപ്പൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പോവാൻ ഇറങ്ങൂലേ? അപ്പൊ കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ട് പറയും, അയ്യോ അച്ഛാ പൂവല്ലേ, അയ്യോ അച്ഛാ പൂവല്ലേന്ന്. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ കോടതിയിലും കൂടി പറയിപ്പിക്കണം. അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഈ പെട്ടിങ്ങടക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. അത് മാത്രല്ലല്ല, ഈ വീടിന്റെ പറമ്പിന്റെ അധികാരം അത് അനന്തനെ ഉറപ്പിക്കണ്ടേ? അനന്തം കൊണ്ടുവന്ന പ്രമാണം കയ്യിലിരിക്കല്ലേ? അത് രാത്രി ഭക്ഷണത്തിന് മുൻപ് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് വെക്കണം. ബാക്കി കാര്യം എന്തെന്ന് അപ്പ ഞാൻ പറയാം. ഒന്നും വേണ്ട.